നല്ല സോഫ്റ്റ് കളർ ചാർട്ടിൽ വരുന്ന സാരീസാണ് ഇന്ന് വരുന്നത്. സോഫ്റ്റ് പേസ്റ്റൽ ഷെയ്ഡ്സിലായിരിക്കും എല്ലാ സാരീസും വരുന്നത്. ഇതിന്റെ ഫാബ്രിക് വരുന്നത് ടിഷ്യൂ ലിനൻ ബ്ലെൻഡഡ് ആണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത്. ഞാൻ ജെബിൻ ഷഫീഖ്, വെൽക്കം ടു ക്ലൗഡ് ഡിസൈൻസ്. നമുക്ക് എല്ലാ സാരീസും ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം. clouddesigns.com ആണ് വെബ്സൈറ്റിന്റെ ലിങ്ക് വരുന്നത്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വാട്സാപ്പിൽ 9947135468 ആണ് വാട്സാപ്പ് നമ്പർ. വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം. എല്ലാ ദിവസവും ഡെയിലി മോർണിംഗ് 10:30 AM ആണ് നമ്മൾ യൂഷ്വലി വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെയായിരിക്കും നമ്മൾ വെബ്സൈറ്റിലും സാരീസ് അപ്ലോഡ് ചെയ്യുന്നത്. നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ്. ക്ലൗഡ് ഡിസൈൻസ് നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ നമ്മൾ ഓൾ ഓവർ ഇന്ത്യ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആണ്. ഇന്റർനാഷണൽ ഷിപ്പിങ്ങിന് മാത്രമേ നമ്മൾ എക്സ്ട്രാ കൊറിയർ ചാർജ് വരുള്ളൂ. നമ്മൾ ഏത് പ്രൈസാണോ നമ്മൾ വെബ്സൈറ്റിലും വീഡിയോയിലും കാണിക്കുന്നത്, യൂട്യൂബ് വീഡിയോയിലും കാണിക്കുന്നത്, ആ സെയിം പ്രൈസ് മാത്രമേ കസ്റ്റമർ പേ ചെയ്താൽ മതിയോ. ഒരു ഹിഡൻ ചാർജസോ ഒന്നും തന്നെയില്ല. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോസ് കണ്ടു നോക്കിയാലോ. ഇന്നത്തെ വീഡിയോയിലെ ഫസ്റ്റ് സാരി വരുന്നത് നല്ലൊരു ബേബി പിങ്ക് ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. പേസ്റ്റൽ പിങ്ക് ആണ് സാരിയുടെ ഷെയ്ഡ്. അതിലും ഫുൾ ബോഡി വരുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി വർക്ക് ആണ് സാരി വരുന്നത്. ഫാബ്രിക് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ലിനൻ ആണ് ഫാബ്രിക്. അതിലൊരു ടിഷ്യൂ ബ്ലെൻഡഡ് ഫാബ്രിക്കിലായിരിക്കും മെറ്റീരിയൽ വരുന്നത്. നല്ല സോഫ്റ്റ് കോമ്പിനേഷനിലാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത് സാരിയിൽ. ഈ ഒരു പാറ്റേൺ ആയിരിക്കും കേട്ടോ. ലോവർ ഏരിയ വരുമ്പോൾ ഈ ഒരു സ്റ്റൈലിലാണ്, ഒരു മൾട്ടി കളറിലാണ്. ഒരു ഓഫ് വൈറ്റ് വരുന്നുണ്ട്, പേർപ്പിൾ, ലാവൻഡർ, അക്വാ ബ്ലൂ. ആ ഒരു കോമ്പിനേഷനിൽ ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് ആയിരിക്കും സാരിയുടെ ലോവർ ഏരിയ വരുന്നത്. ഈ ഒരു പാറ്റേൺ വരും. കൂടാതെ ബോഡിയിലും സ്കാറ്റേഡ് ആയിട്ട് സെയിം കോമ്പിനേഷനിൽ തന്നെയുള്ള ഒരു ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നുണ്ട്. എംബ്രോയിഡറി വർക്കിൽ ഫ്ലോറൽ വർക്ക് ആയിരിക്കും സാരിയിൽ വരുന്നത്. കൂടാതെ ബോർഡർ വരുന്നുണ്ട്. ആൻറ്റിക് സിൽവർ ആണ് ബോർഡർ വരുന്നത്. രണ്ട് സൈഡിലും ഒരു 3 ഇഞ്ച് ബോർഡറാണ്, 3 ഇഞ്ചുള്ള ബോർഡർ ആയിരിക്കും അപ്പുറം ലോവർ വരുന്ന സാരിക്കും. ഇതിന്റെ മുന്താണി വരുമ്പോൾ സിൽവറിൽ തന്നെ, സിൽവർ സെറിയിലാണ് ഒരു സ്ട്രൈപ്പ് ഡിസൈൻസിലായിരിക്കും സാരിക്ക് പല്ല് വരുന്നത്. റണ്ണിങ് ബ്ലൗസ് മെറ്റീരിയൽ അവൈലബിൾ ആയിരിക്കും സാരിക്ക്. പിങ്കിൽ സിൽവർ തിൻ ലൈൻസിലുള്ള ബ്ലൗസ് ആണ് സാരിക്ക് വരുന്നത്. അടുത്ത സാരി വരുമ്പോൾ ഞാൻ ബ്ലൗസ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. പേസ്റ്റൽ ബ്ലൂ ആണ് അടുത്ത കളർ വരുന്നത്. നല്ലൊരു ലൈറ്റ് സ്കൈ ബ്ലൂ ഷെയ്ഡ്, ഒരു പൗഡർ ബ്ലൂ സ്കൈ ബ്ലൂ ചേർന്ന് വരുന്ന നല്ലൊരു ബ്ലൂയിലാണ് സാരി വരുന്നത്. ഇതിൽ എംബ്രോയിഡറി വർക്ക് വരുന്നത് ഈ ഒരു പാറ്റേൺ തന്നെ കേട്ടോ. ഒരു പിങ്ക് ആൻഡ് വൈറ്റ്, ബ്ലൂ ആൻഡ് വൈറ്റ്, ഈ ഒരു കോമ്പിനേഷനിലാണ് ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നത്. സാരിയുടെ ബോഡി വരുമ്പോൾ ഈ ഒരു പാറ്റേൺ ആയിരിക്കും. ബോഡിയിൽ ഈ ഒരു സ്റ്റൈലിൽ ഡ്യുവൽ ടോണിലാണ് ത്രെഡ് വർക്ക് വരുന്നത്. സാരിയിൽ ഒരു ബഡ്സിൻ്റെ പാറ്റേൺ ആണ്, ഫ്ലോറൽ ബഡ്സിലായിരിക്കും. ലോവർ ബോർഡർ വരുമ്പോൾ ഇതാണ് ത്രെഡ് വർക്ക് വരുന്നത്. ഇതിലും ഒരു ബ്ലൂ ടിൻറ്റഡ് സിൽവർ ആണ് ബോർഡർ വരുന്നത് സാരിക്ക്. ഒരു മാറ്റ് സിൽവർ എന്ന് പറയാൻ പറ്റുന്നില്ല, ഇതിൽ ബ്ലൂ ത്രെഡ് കൂടി വരുന്നുണ്ട്. ഒരു ബ്ലൂ ടിൻറ്റഡ് ആണ് വരുന്നത്. മുന്താണി വരുന്നത് സെയിം സിൽവറിൽ തന്നെയാണ് സെറി ലൈൻസ് വരുന്നത് സാരിയുടെ പല്ലു. ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് ഈ ഒരു സ്റ്റൈലാണ്. ബ്ലൂവിൽ തന്നെ സിൽവർ സെറി ലൈൻസിലുള്ള തിൻ സ്ട്രൈപ്പ് ഡിസൈൻസ് ആട്ടോ. ഫുൾ വി പാറ്റേണിലാണ് ബ്ലൗസ് വരുന്നത്, വിത്ത് ബോർഡറാണ്. തേർഡ് കളർ വരുന്നത് പീച്ചാണ്. നല്ല പേസ്റ്റൽ പീച്ചാണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഇതിന് നമുക്ക് സെൽഫ് കളറിലെ ബ്ലൗസും പെയർ ചെയ്യാം. അത് എല്ലാ സാരീസിനും ഈ വൈറ്റും നല്ലതായിരിക്കും കേട്ടോ. വൈറ്റ് കാരണം വൈറ്റ് ഇതിൽ ത്രെഡ് വർക്ക് വരുന്നുണ്ട്. ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്ന എല്ലാ സാരീസിലും വൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ വൈറ്റ് ബ്ലൗസ് നല്ലതായിരിക്കും സാരിക്ക്. ഇതിൽ മൾട്ടി കളർ തന്നെയാണ്, ഗ്രീൻ, പീച്ച്, വൈറ്റ് ആണ് ബോഡിയിൽ കോമ്പിനേഷൻസ് വരുന്നത്, എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും. ബോർഡർ വരുമ്പോൾ ലോ ബോർഡർ ഈ ഒരു പാറ്റേണിലാണ്. ഓഫ് വൈറ്റ്, ഗ്രീൻ ആൻഡ് പീച്ച് ആണ് ഫ്ലോറൽ വർക്കിന്റെ കോമ്പിനേഷൻ വരുന്നത്. ആന്റിക് സിൽവർ തന്നെ ബോർഡർ വരുന്നത്. മുന്താണി വരുന്നത് ഗോൾഡ് ആന്റിക് സിൽവറിൽ തന്നെയുള്ള ലൈൻസ് ആണ്, സെറി ലൈൻസ് ആണ്. ത്രെഡ് അല്ല, സെറിയാണ് വരുന്നത്. റണ്ണിങ് ബ്ലൗസ് അവൈലബിൾ ആയിരിക്കും. നല്ലൊരു കളർ ടോണിലാണ് നെക്സ്റ്റ് സാരി വരുന്നത്. നല്ലൊരു സിൽവർ ഗ്രേ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. സിൽവർ ഗ്രേയിലും മൾട്ടി കളർ കോമ്പിനേഷൻ തന്നെയായിരിക്കും ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഇതിലും ഒരു പീച്ച്, ഓഫ് വൈറ്റ്, ഒരു ഡാർക്ക് ഗ്രേ, ഒരു ലൈറ്റ് മസ്റ്റേർഡ്, ഈ ഒരു കളർ ടോണിലായിരിക്കും കേട്ടോ. ലോവർ ബോർഡർ വരുന്നത് സെയിം വർക്ക് തന്നെയാണ്. ഈ ഒരു പാറ്റേൺ ആണ്. ഇതും സിൽവർ ഗ്രേ ആയതുകൊണ്ട് തന്നെ നല്ലൊരു മേർജ് ചെയ്താണ് ബോർഡർ വരുന്നത്. ഇത് ഒരു മാറ്റ് സിൽവറിൽ തന്നെയുള്ള ബോർഡറാണ് വരുന്നത്. ബോഡി ഫുള്ളി ഈ ഒരു പാറ്റേൺ വരും. നമ്മൾ എല്ലാ സാരീസിനും ആസ് യൂഷ്വൽ പ്ലീറ്റ്സ് വരുമ്പോൾ ഹാഫ് പോർഷനിലായിരിക്കും ഈ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത്. സിൽവറിൽ തന്നെയാണ് ലൈൻസ് വരുന്നത്. മുന്താണിയിൽ റണ്ണിങ് ബ്ലൗസ് മെറ്റീരിയൽ അവൈലബിൾ ആണ്. പേസ്റ്റൽ യെല്ലോ ആണ് നെക്സ്റ്റ് സാരിയുടെ കളർ വരുന്നത്. പേസ്റ്റൽ യെല്ലോയിൽ ഓഫ് വൈറ്റ്, പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ തന്നെയായിരിക്കും ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഡബിൾ സൈഡ് ബോട്ടം വരുന്നതും സിൽവറിൽ തന്നെയായിരിക്കും. ഓവറോൾ ലുക്ക് ഇങ്ങനെ വരുന്നത് കേട്ടോ സാരിക്ക്. ഇതിന്റെ മുന്താണി വരുമ്പോൾ സിൽവറിൽ തന്നെയാണ്, സെറി ലൈൻസ് ആയിരിക്കും സാരിയുടെ മുന്താണി വരുന്നത്. തിൻ സ്ട്രൈപ്പ് ഡിസൈൻസ് ആയിരിക്കും പല്ല് വരുന്നത്. റണ്ണിങ് ബ്ലൗസ് മെറ്റീരിയൽ അവൈലബിൾ ആണ് സാരിക്ക്. നെക്സ്റ്റ് സാരി വരുന്നത് വീണ്ടും സിൽവർ ഗ്രേ തന്നെയാണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ത്രെഡ് വർക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. സാരിയുടെ വർക്കിലുള്ള പാറ്റേൺ മാറിയിട്ടുണ്ട്. ഇതിൽ വരുമ്പോൾ ഓഫ് വൈറ്റ് തന്നെയാണ്. ഓഫ് വൈറ്റിലുള്ള ഒരു ഫ്ലോറൽ ജാൽ ഡിസൈനിലാണ് ഫുൾ ബോഡിയിൽ ത്രെഡ് വർക്ക് വരുന്നത്. ഈ ഒരു പാറ്റേൺ ആയിരിക്കും കേട്ടോ ബോഡി വരുന്നത്. ഗ്രേയിൽ ഓഫ് വൈറ്റിലാണ് ത്രെഡ് എംബ്രോയിഡറി വരുന്നത്. ഈ ഒരു ഡിസൈനിലായിരിക്കും. ഇത് പ്രിന്റ് അല്ല കേട്ടോ, ഫുൾ വർക്കാണ്, കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി വർക്കാണ് ബോഡിയിൽ വരുന്നത്.
ലോഗോ ബോർഡർ വരുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് മൾട്ടി കളർ കോമ്പിനേഷനിലായിരിക്കും ത്രെഡ് വർക്ക് വരുന്നത്, എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഞാൻ വർക്കിൻ്റെ ബാക്ക് സൈഡ് കാണിക്കാം. നല്ല ഫൈൻ വർക്കാട്ടോ വരുന്നത്. ഇതാണ് വർക്കിൻ്റെ ബാക്ക് സൈഡ് ഈ ഒരു പാറ്റേണിൽ വരും. ഇതിൻ്റെ ബോർഡർ വരുന്നത് ആൻറ്റീക് സിൽവർ തന്നെയാണ്, ഒരു ഗ്രേഷ് സിൽവറിലൂടെ ബോർഡർ തന്നെ വരുന്നത്. അതുകൊണ്ട് തന്നെ ബോർഡർ നല്ല ഒരു മേർജ് ചെയ്ത് കിടപ്പുണ്ട് സാരിയിൽ. മുന്താണി ഗോൾഡൻ സിൽവർ സെറി ലൈൻസ് ആണ് സാരിയുടെ മുന്താണിയിൽ വരുന്നത്. ബ്ലൗസ് മെറ്റീരിയൽ റണ്ണിങ് ബ്ലൗസ് ആയിരിക്കും വരുന്നത്. സെയിം ആ ഒരു ത്രെഡ് വർക്കിൽ തന്നെയാണ്, ഫുൾ ബോഡി ഫ്ലോറൽ ജാറ്റ് പാറ്റേണിൽ തന്നെയാണ് ത്രെഡ് എംബ്രോയിഡറി വരുന്നത്. ഓഫ് വൈറ്റ് ആട്ടോ ബോഡിയിൽ ഫുൾ വരുന്നത്. കളർ വരുന്നത് പീച്ചാണ്, പേസ്റ്റൽ പീച്ചാണ് സാരിയുടെ കളർ. അതിൽ ഓഫ് വൈറ്റുള്ള ഫ്ലോറൽ ജാറ്റ് ഡിസൈൻസ് വരുന്നുണ്ട്. ലോഗോ ബോർഡർ വരുമ്പോൾ മൾട്ടി കളറിൽ തന്നെയാണ് ത്രെഡ് വർക്ക് വരുന്നത് സാരിക്ക്. നിങ്ങൾ ഉടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ സാരി. ഞാനിപ്പം എല്ലാ സാരീസും നമുക്ക് ഉടുത്ത് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. ഇതായിരിക്കും ലോഗോ ബോർഡർ വരുന്നത്. ഒരു മസ്റ്റേർഡ് യെല്ലോ ആണ്, ഒരു ഗോൾഡൻ ബേജ് ആൻഡ് മസ്റ്റേർഡ് ആ ഒരു ടോണിൽ ഒരു ഡാർക്ക് പീച്ച് ആൻഡ് ഗ്രീൻ, ഈ 3 കളർ ടോണിലായിരിക്കും ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത്. അതിൻ്റെ കോമ്പിനേഷൻ വരുന്നത് ഓഫ് വൈറ്റ് തന്നെയായിരിക്കും. ഇതിനും 2 സൈഡിൽ ബോർഡർ വരുന്നത് ആൻറ്റിക് സിൽവർ ബോർഡർ വരുന്നുണ്ട്. സിൽവർ ജെറിയിൽ തന്നെയായിരിക്കും സാരിയുടെ വി പാറ്റേൺസ് വരുന്നത്. മുന്താണിയിൽ പീച്ചിൽ സിൽവർ ലൈൻസിൽ തിൻ സ്ട്രൈപ്പ് ഡിസൈൻസിലാണ് ബ്ലൗസ് വരുന്നത്. ലെമൺ യെല്ലോ ആണ് നെക്സ്റ്റ് കളർ വരുന്നത്. ലെമൺ യെല്ലോയിലും ഓഫ് വൈറ്റ് തന്നെയാണ് കോമ്പിനേഷൻ വരുന്നത്. വൈറ്റ് ബ്ലൗസ് നല്ലതായിരിക്കും കേട്ടോ ഇതിന്. ഓഫ് വൈറ്റുള്ള ഫ്ലോറൽ ജാൻ ത്രെഡ് എംബ്രോയിഡറി ആണ് ബോഡി വരുന്നത്. ഒരു മൾട്ടി കളറിലുള്ള സെയിം പാറ്റേണിൽ തന്നെയാണ് ലോവറിലും എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഒരു യെല്ലോയിഷ് സിൽവർ ആണ് ബോർഡർ വരുന്നത് സാരിക്ക്. പല്ലു റണ്ണിങ് ബ്ലൗസ് വരുന്നത്. ബേബി പിങ്ക് ആണ് അടുത്ത കളർ വരുന്നത്. എംബ്രോയിഡറി വർക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ വരുന്നത് ക്രോസ് സ്റ്റിച്ച് പാറ്റേണിലാണ് ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത്. സാരിയുടെ ബോഡിയിലും ബോർഡറും അതേ ഒരു പാറ്റേണിൽ തന്നെയായിരിക്കും. നല്ലൊരു ബേബി പിങ്ക് അല്ലേ, ഒരു ബ്ലൂ ആണ്, പൗഡർ ബ്ലൂ, സ്കൈ ബ്ലൂ വിത്ത് വൈറ്റ് ബേബി പിങ്ക്, പിന്നെ ഒരു മസ്റ്റേർഡ് യെല്ലോ ബേബി പിങ്ക് വൈറ്റ്, ആ ഒരു കോമ്പിനേഷനിലാണ് ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നത്. ബോഡിയിൽ ഈ ഒരു സ്റ്റൈലിലാണ് വരുന്നത്. ബോർഡർ വരുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് വരുന്നത്. ബേബി പിങ്ക്, സ്കൈ ബ്ലൂ, ഓഫ് വൈറ്റ്, ഈ 3 കളർ ടോണിൽ ഫുൾ ബോഡിയിൽ ത്രെഡ് വർക്ക് വരുന്നത്. എംബ്രോയിഡറി വർക്ക് വന്നിട്ട് മാറ്റ് സിൽവറിൽ തന്നെയായിരിക്കും ബോർഡർ വരുന്നത് സാരിക്ക്. സിൽവർ ജെറി ലൈൻസ് ആണ് സാരിയുടെ മുന്താണി വരുന്നത്. ബ്ലൗസ് മെറ്റീരിയൽ അവൈലബിൾ ആണ്. പിങ്കിൽ സിൽവർ ജെറി വി പാറ്റേണിലായിരിക്കും ബ്ലൗസ് വരുന്നത്. സ്കൈ ബ്ലൂ കളറിലാണ് ഓഫ് വൈറ്റ്, ബേബി പിങ്ക് ആൻഡ് സ്കൈ ബ്ലൂ, ഈ 3 കളർ ടോണിലായിരിക്കും സാരിയിൽ എംബ്രോയിഡറി വർക്ക് വരുന്നത് കേട്ടോ. സെയിം പാറ്റേൺ തന്നെയാണ്, ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് തന്നെയാണ് ബോഡി വരുന്നത്. ബോർഡർ വരുന്നതും അതേ പാറ്റേൺ തന്നെ ക്രോസ് സ്റ്റിച്ച് വർക്കിൽ തന്നെയായിരിക്കും. ഇതായിരിക്കും വർക്കിൻ്റെ എംബ്രോയിഡറി വർക്കിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരുന്നത്. ബേബി പിങ്കിൻ്റെ മിഡിൽ വരുമ്പം ഒരു ഗോൾഡൻ ബീജ് വരുന്നുണ്ട് ത്രെഡ് എംബ്രോയിഡറി. അതിൽ ഓഫ് വൈറ്റ് ആണ് ജാൽ ഡിസൈൻസ് വരുന്നത്. കൂടാതെ മാറ്റ് സിൽവറിൽ തന്നെയാണ് ബോർഡറും മുന്താണിയും വരുന്നത്. റണ്ണിങ് ബ്ലൗസ് അവൈലബിൾ ആയിരിക്കും. പീച്ചാണ് അടുത്ത കളർ വരുന്നത്. പേസ്റ്റൽ പീച്ചിലും സെയിം പാറ്റേൺ തന്നെയാണ്, ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് തന്നെയാണ് സാരിയുടെ ബോഡിയും ബോർഡറും വരുന്നത് സാരിയില്ല. ഇതിൻ്റെ കോമ്പിനേഷൻസ് വരുന്നത് മൾട്ടി കളർ കോമ്പിനേഷൻ തന്നെയാണ്. ഓഫ് വൈറ്റ്, പീച്ച് ആൻഡ് ഗ്രീൻ, ആ ഒരു കോമ്പിനേഷനിലായിരിക്കും ലോഗോ ബോർഡറിൽ വരുന്നത്. സെയിം കോമ്പിനേഷൻ തന്നെയായിരിക്കും ബോഡിയിൽ വരുന്നത് സാരിക്ക്. ഇതാട്ടോ വർക്ക് വരുന്നത്. ഫ്ലോറൽ ഡിസൈൻ തന്നെയാണ് വരുന്നത്. ഡബിൾ സൈഡ് ബോർഡർ വരുന്നുണ്ട്. സിൽവർ ജെറിയിൽ തന്നെയാണ് സാരിയുടെ മുന്താണി വരുന്നത്. റണ്ണിങ് ബ്ലൗസ് അവൈലബിൾ ആയിരിക്കും. ഡസ്റ്റി ഗ്രേ ആണ് നെക്സ്റ്റ് കളർ വരുന്നത്. ഡസ്റ്റി ഗ്രേയിലും ബേബി പിങ്ക് ആൻഡ് സ്കൈ ബ്ലൂ, ഓഫ് വൈറ്റ്, 3 കളർ ടോണിലാണ് ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത് സാരിയിൽ കേട്ടോ. ക്രോസ് സ്റ്റിച്ച് പാറ്റേണിൽ തന്നെയാണ് വർക്ക് വരുന്നത് സാരിയിൽ. ഒരു ബ്ലൂ ടിൻറ്റഡ് ഗ്രേ ആണ് കേട്ടോ വരുന്നത്. സിൽവർ ബോർഡർ വരുന്നുണ്ട് 2 സൈഡിലും. ആൻറ്റിക് ജെറിയിൽ തന്നെയുള്ള തിൻ സ്ട്രൈപ്പ് ഡിസൈൻസിലാണ് മുന്താണി വരുന്നത് സാരിക്ക്. ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് എല്ലാ സാരീസിനും സെയിം ടോണിൽ തന്നെ സിൽവർ ജെറി വീവ് ആയിരിക്കും ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത്. നെക്സ്റ്റ് സാരി വരുന്നത് വീണ്ടും നല്ലൊരു സോഫ്റ്റ് കളർ കോമ്പിനേഷനാണ്. ഒരു പേസ്റ്റൽ യെല്ലോ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. അതിലും ഒരു വൈറ്റ്, ഓഫ് വൈറ്റ്, ഗ്രീൻ ആൻഡ് പീച്ച്, ഈ 3 കളർ കോമ്പിനേഷനിലാണ് ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് വരുന്നത്. അതിൻ്റെ തന്നെ മിനിയേച്ചർ കോമ്പിനേഷൻ തന്നെയായിരിക്കും ബോഡിയിൽ വരുന്നത് വർക്ക് വരുന്നത്. ഡബിൾ സൈഡ് വരുന്നതും സിൽവർ ബോർഡർ ആൻഡ് സിൽവർ പല്ലു. റണ്ണിങ് ബ്ലൗസ് അവൈലബിൾ ആയിരിക്കും. നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു സീ ഗ്രീൻ ആണ്, അക്വാ ഗ്രീൻ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഇതിൻ്റെ പാറ്റേണും എല്ലാം മാറിയിട്ടുണ്ട് കേട്ടോ സാരി. ഫാബ്രിക് സെയിം തന്നെയാണ്, ടിഷ്യൂ ബ്ലെൻഡഡ് ലിനൻ തന്നെയാണ് ഫാബ്രിക് വരുന്നത്. ഇതിലൊരു ആൻറ്റീക് ഷെയ്ഡിലാണ്. ഇതുവരെ നമ്മൾ സിൽവർ ആയിരുന്നല്ലോ കോമ്പിനേഷൻ. ഇതിൽ വരുമ്പം ആൻറ്റീക് ഷെയ്ഡിലാണ്. ഇതിലും ഒരു സ്മോൾ ചെക്ക് പാറ്റേൺസ് വരുന്നുണ്ട്. ബോഡിയിൽ വരുമ്പോൾ സ്മോൾ ചെക്ക് ഡിസൈൻസ് ആണ്. ഒരു ആൻറ്റി ഗോൾഡൻ, സീ ഗ്രീൻ, ആ ഒരു കോമ്പിനേഷനിൽ വരുന്നുണ്ട്. മോട്ടീവ്സ് വരുന്നത് ഈ ഒരു പാറ്റേണിലായിരിക്കും. എംബ്രോയിഡറി വർക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഇതൊരു കാശ്മീരി വർക്ക് പോലത്തെ ഒരു പാറ്റേണിലാട്ടോ സാരിയിൽ ത്രെഡ് എംബ്രോയിഡറി വരുന്നത്. ലോവർ ഏരിയ ഇങ്ങനെ വരും.
പ്രിന്റ് അല്ലാട്ടോ, ഫുൾ എംബ്രോയിഡറി വർക്കാണ് വരുന്നത്. സിമ്പിൾ ബോർഡറാണ് വരുന്നത്. ആൻറ്റി ഷെയ്ഡിൽ തന്നെയാണ് ബോർഡർ വരുന്നത്. ആൻറ്റി ഗോൾഡൻ സെറിയിൽ തന്നെയുള്ള മുന്താണി. സെയിം ഗോൾഡൻ സെറി വീവ് പാറ്റേണിൽ തന്നെയായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. പിങ്കിഷ് പീച്ചാണ് നെക്സ്റ്റ് സാരിയുടെ കളർ വരുന്നത്. പിങ്കും പീച്ചും ബ്ലെൻഡഡ് ആണോ സാരിയുടെ ഷെയ്ഡ്. പാറ്റേണും ഡിസൈനും എല്ലാം സെയിം തന്നെയാണ്. ഫാബ്രിക് വരുന്നത് ടിഷ്യൂ ബ്ലെൻഡഡ് ലിനൻ തന്നെയാണ് ഫാബ്രിക് വരുന്നത്. ഇതിന് സെയിം എംബ്രോയിഡറി വർക്ക് തന്നെയുണ്ട്. കാശ്മീരി പാറ്റേണിലുള്ള ത്രെഡ് എംബ്രോയിഡറിയാണ് സാരിയുടെ ബോഡിയിൽ വരുന്നത്. ഒരു പേസ്ലി മോട്ടീവ്സ് ആണ്, ഒരു മാംഗോ ഡിസൈൻസ് പോലെയുള്ള പാറ്റേൺസ് വന്നിട്ട് അതിലായിരിക്കും എംബ്രോയിഡറി വർക്ക് വരുന്നത്. മുന്താണി വരുന്നത് റണ്ണിങ് പല്ലുവാണ്. സെയിം പാറ്റേണിൽ തന്നെയായിരിക്കും ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത്. റണ്ണിങ് പിസ്ത ഗ്രീൻ ആണ്, പേസ്റ്റൽ പിസ്ത ഗ്രീൻ ആണ് അടുത്ത കളർ വരുന്നത്. പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ്. മൾട്ടി കളറിൽ തന്നെയുള്ള ഫ്ലോറൽ എംബ്രോയിഡറി വർക്കാണ് ബോഡിയിലും ലോവർ ബോർഡറിലും വരുന്നത്. കൂടാതെ സിമ്പിൾ ഒരു 2 ഇഞ്ച് ബോർഡർ വരുന്നുണ്ട് സാരിക്ക്. ഇതായിരിക്കും സാരിയുടെ സ്റ്റൈൽ ഇങ്ങനെ വരും. റണ്ണിങ് മുന്താണി സെയിം ടോണിൽ തന്നെയുള്ള ഈ പാറ്റേണിലായിരിക്കും ബ്ലൗസ് വരുന്നത്. പീച്ചാണ് അടുത്ത കളർ വരുന്നത്. പേസ്റ്റൽ പീച്ചിൽ സെയിം വർക്ക് തന്നെ കേട്ടോ, ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് തന്നെ ആയിരിക്കും ബോഡി വരുന്ന സാരിയിൽ. എല്ലാ സാരീസിൻ്റെയും ബോഡി ഒരു സെൽഫ് ചെക്ക് പാറ്റേൺസ് വരുന്നുണ്ട്. അതിലാണ് ഈ ഒരു പാറ്റേണിൽ തന്നെയുള്ള വർക്ക് വരുന്നത്, എംബ്രോയിഡറി വർക്ക് വരുന്നത്. മുന്താണി ഈ ഒരു സ്റ്റൈലിൽ വരുന്നത്. ആൻറ്റി ഗോൾഡൻ ആണ് മുന്താണി ബോർഡർ വരുന്നത്. റണ്ണിങ് ബ്ലൗസ്. ഇന്നത്തെ ലാസ്റ്റ് സാരി വരുന്നത് വീണ്ടും യെല്ലോ തന്നെയാണ്. പേസ്റ്റൽ യെല്ലോ, നല്ലൊരു ഗോൾഡൻ യെല്ലോ ആട്ടോ സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഇതിലും മൾട്ടി കളർ തന്നെയുള്ള കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി വർക്കാണ് ഫുൾ ബോഡി വരുന്നത്. ബോർഡർ വരുന്നത് അതേ ഒരു പാറ്റേണിൽ തന്നെ ഒരു കാശ്മീരി വർക്കിനോട് സിമിലർ ആയിട്ടുള്ള ത്രെഡ് വർക്കാണ്, എംബ്രോയിഡറി വർക്ക് ആയിരിക്കും. ആൻഡ് ഈ സെറിയിൽ തന്നെയാണ്. ഗോൾഡൻ യെല്ലോ ആയതുകൊണ്ട് തന്നെ അത്ര പ്രോമിനൻസി ഇല്ല ബോർഡറിനും മുന്താണിക്കും. സോഫ്റ്റ് കോമ്പിനേഷൻ ആണ്. സെയിം ടോണിൽ തന്നെ വി പാറ്റേണിലായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്.